സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാः സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായു ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ 7ാമത്തെ മന്ത്രം. യഃ സർവജ്ഞ സർവവിദ് യസ്യൈഷ മഹിമാ ഭുവി ദിവ്യേ ബ്രഹ്മപുരേ ഹി ഏഷ വ്യോംനാത്മാ പ്രതിഷ്ഠിത മനോമയ പ്രാണശരീരനേതാ പ്രതിഷ്ഠിതോ അന്നേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാ ആനന്ദരൂപമൃതം യത് വിഭാതി. യഹ് ആര് സർവജ്ഞ സർവത്തെയും സാമാന്യ രൂപത്തിൽ അറിയുന്നവനും സർവവിത്ത് സർവത്തെയും വിശേഷ രൂപത്തിൽ അറിയുന്നവനും ആണോ ഭുവി ഭൂമിയിൽ ഏഷ ഇത് ഈ പ്രസിദ്ധമായിട്ടുള്ളത് യസ്യ ആരുടെ മഹിമ മഹിമയാകുന്നുവോ സ ഏഷ ആത്മാ അങ്ങനെയുള്ള ഈ ആത്മാവ് ദിവ്യേ ദിവ്യമായ ദ്യോതനത്തോടുകൂടിയ ബ്രഹ്മപുരേ ബ്രഹ്മപുരത്തിലുള്ള ഹൃദയമാകുന്ന പുണ്ടരീകത്തിലുള്ള ഹൃദയത്തിലുള്ള വ്യോംനി വ്യോമത്തിൽ ആകാശത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവനും മനോമയ മനോമയനും പ്രാണശരീരനേതാ പ്രാണൻ്റെയും സൂക്ഷ്മശരീരത്തിൻ്റെയും നേതാവും ആകുന്നു നയിക്കുന്നവനും ആകുന്നു. അന്നേ അന്നത്തിൽ പിണ്ഡരൂപമായ അന്നത്തിൽ സ്ഥൂല ശരീരത്തിൽ ഹൃദയത്തെ ബുദ്ധിയെ സന്നിധാനം ചെയ്തിട്ട് വേണ്ടും വണ്ണം അവിടെ സ്ഥാപിച്ചിട്ട് പ്രതിഷ്ഠിതനായിരിക്കുന്നു സ്ഥിതി ചെയ്യുന്നു. തദ് അതിനെ ആ ആത്മതത്വത്തെ ധീരന്മാർ എന്ന് പറഞ്ഞാൽ വിവേകികൾ വിജ്ഞാനം കൊണ്ട് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ജ്ഞാനം വിശിഷ്ടമായ അറിവ് പരിപശ്യന്തി കാണുന്നു അറിയുന്നു. യത്ത് അത് ആനന്ദരൂപമായും അമൃതമയമായും വിഭാനം ചെയ്യുന്നതാണ്. വിശേഷിച്ച് തന്നിൽ തന്നെ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പരവിദ്യയ്ക്ക് വിഷയമെന്നും അവിദ്യയാകുന്ന തമസിൻ്റെ അപ്പുറത്ത് സംസാര മഹാസാഗരത്തെ കടന്ന് പ്രാപിക്കേണ്ടവനാണെന്നും പറഞ്ഞത് ആരെയാണോ അവൻ സാമാന്യ രൂപത്തിലും വിശേഷ രൂപത്തിലും സർവത്തെയും അറിയുന്നവനാകുന്നു. അവൻ്റെ മഹിമാവ് ഭൂമിയിൽ പ്രസിദ്ധമായിരിക്കുന്നു. ദ്യോവും ഭൂമിയും അവൻ്റെ ശാസനം കൊണ്ട് സ്ഥാനം തെറ്റാതെ നിൽക്കുന്നു. സൂര്യചന്ദ്രന്മാർ അവൻ്റെ ശാസനം അനുസരിച്ച് അഗ്നിചക്രം പോലെ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സരിത്തുകളും സാഗരങ്ങളും തങ്ങളുടെ അതിരുകളെ അതിക്രമിക്കാതിരിക്കുന്നത് അവൻ്റെ കൽപ്പനയാലാണ്. സ്ഥാവരങ്ങളും ജംഗങ്ങളും നിയമേന പ്രവർത്തിക്കുന്നതും അവൻ്റെ ആജ്ഞ കൊണ്ട് തന്നെയാണ്. ഋതുക്കളും അയനങ്ങളും സംവത്സരങ്ങളും അവൻ്റെ ശാസനത്തെ അതിക്രമിച്ച് കടന്നു പോകുന്നില്ല. അതുപോലെ കർത്താക്കളും കർമ്മങ്ങളും ഫലങ്ങളും അവൻ്റെ ശാസനത്താൽ തങ്ങൾക്കുള്ള കാലം തെറ്റിക്കാതിരിക്കുന്നു. ഭൂമിയിലുള്ള ഈ മഹിമ എല്ലാം ആരുടേതാണോ ആ സർവജ്ഞനായ ദേവൻ ബുദ്ധിയുടെ പ്രത്യയങ്ങളാൽ ദ്യോതിപ്പിക്കപ്പെടുന്ന ബ്രഹ്മപുരത്തിൻ്റെ അതായത് ചൈതന്യരൂപത്തിൽ
നിത്യവും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മപുരമെന്ന് വിളിക്കപ്പെടുന്ന ഹൃദയപുണ്ഡരീകത്തിൻ്റെ മധ്യത്തിൽ ഉള്ള ആകാശത്തിൽ പ്രതിഷ്ഠനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പ്രതിഷ്ഠനായിരിക്കുന്നു, പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്രകാരമല്ലാതെ ആകാശം പോലെ സർവവ്യാപിയായ പദാർത്ഥത്തിന് ഗമനമോ ആഗമനമോ പ്രതിഷ്ഠയോ സംഭവിക്കുകയില്ല എന്നറിയാം. അവിടെ സ്ഥിതി ചെയ്യുന്ന ആ ആത്മാവ് മനോവൃത്തികളെ കൊണ്ട് മാത്രം വെളിപ്പെടുന്നതാകുന്നതിനാൽ മനസ്സാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് മനോമയനും കൂടിയാകുന്നു. പ്രാണനെയും സൂക്ഷ്മ ശരീരത്തെയും ഒരു സ്ഥൂല ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നതും ഇവനാണ്. ഇവൻ ഹൃദയപുണ്ഡരീകത്തിനകത്തുള്ള ആകാശത്തിൽ ബുദ്ധിയെ സ്ഥാപിപ്പിച്ചിട്ട് ഭുജിക്കുന്ന അന്നത്തിൻ്റെ പരിണാമവും പ്രതിദിനം വർദ്ധിക്കുന്നതും ക്ഷയിക്കുന്നതുമായ സ്ഥൂല ശരീരവുമായ അന്നത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ബുദ്ധിയെ സ്ഥാപിക്കുക മാത്രമാകുന്നു. വാസ്തവത്തിൽ ആത്മാവിൻ്റെ സ്ഥിതി അന്നത്തിലല്ല. വിവേകികൾ ശാസ്ത്രത്താലും ആ ആചാര്യത്തിൻ്റെ ഉപദേശത്താലും ഉണ്ടായിട്ടുള്ളതും ശമം ദമം ധ്യാനം, എല്ലാത്തിലും ഉള്ള വിരക്തി, ഇവ കൊണ്ട് വർദ്ധിച്ചിട്ടുള്ളതുമായ വിശിഷ്ടമായ ജ്ഞാനം കൊണ്ട് എല്ലാ അനർത്ഥങ്ങളും നീങ്ങിയതും യാതൊരു ആയാസവും ഇല്ലാത്തതുമായ ആനന്ദരൂപമായ അമൃതമായി അവനിൽ തന്നെ വിളങ്ങുന്ന ആ ആത്മതത്വത്തെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. ഇവിടെ ആത്മതത്വത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, വിദ്യയും പരവിദ്യയെയും കുറിച്ച് പറഞ്ഞു. എല്ലാത്തിനെയും അറിയുന്ന ആളാരാണ് അതും പറഞ്ഞു. സൂര്യചന്ദ്രന്മാരും സരിത്തുകളും സാഗരങ്ങളും എല്ലാം ആരുടെ കൽപ്പനയാലാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടെ പറഞ്ഞു. ആ സർവജ്ഞനായ ദേവൻ ബുദ്ധിയുടെ പ്രത്യയങ്ങളാൽ ബുദ്ധിയാൽ ദ്യോതിക്കപ്പെടുന്ന ബ്രഹ്മപുരം എന്ന് ഇവിടെ പറയുന്നത് ഹൃദയമാണ്. ഹൃദയത്തിൽ ചൈതന്യ സ്വരൂപത്തിൽ നിത്യവും നമ്മൾക്ക് പ്രകാശിക്കപ്പെടുന്ന ആ ആത്മാവ് ഹൃദയപുണ്ഡരീകത്തിൻ്റെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ സർവവ്യാപിയായി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആത്മാവ് സർവവ്യാപിയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അത് മനോവൃത്തി കൊണ്ട് വെളിവാക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മനസ്സാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുന്നു എന്നുകൂടെ പറയുന്നു. പ്രാണൻ സൂക്ഷ്മ ശരീരം, ഇത് നമുക്ക് പ്രാണനും എപ്പോഴും ഇവിടെ നിൽക്കില്ല, ആ ശരീരം വിട്ടുപോകും, സൂക്ഷ്മ ശരീരവും ഇല്ലാതെയാകും. അപ്പോൾ ഈ ആത്മാവ് ആ ശരീരത്തിനെ വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകും. അപ്പോൾ ഈ ശരീരത്തിന് നിലനിർത്താനുള്ള കാര്യമാണ് ജലം, അന്നം എന്നിവ. അപ്പോൾ ആ അന്നത്തിൻ്റെ പ്രാധാന്യം കൂടെ പറയുന്നു. പക്ഷേ അന്നത്തിലല്ല ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജ്ഞാനങ്ങളെല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ ആചാര്യൻ്റെ ഉപദേശം വേണം. അപ്പോൾ വിവേകികളായുള്ളവർ ശാസ്ത്രമറിഞ്ഞ് ആചാര്യത്തിൻ്റെ ഉപദേശം അറിഞ്ഞ് മറ്റുള്ള സാംസാരിക മോഹമായകളിൽ നിന്ന് വിരക്തനായിക്കൊണ്ട് വിശിഷ്ടമായ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ എല്ലാം അനർത്ഥങ്ങളും നീങ്ങി ആനന്ദരൂപനായി അമൃതമയനായി ആത്മാവിനെ അറിഞ്ഞ് സ്വയം വിളങ്ങും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്.